കേരളത്തിൽ എല്ലാ ഫുട്ബോൾ ലോകകപ്പ് കാലത്തും ആരാധകർ തമ്മിൽ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളും ഫ്ലക്സ് യുദ്ധവും ഉണ്ടാവാറുണ്ട്. ബ്രസീൽ, അർജന്റീന എന്നിവയുടെ ആരാധകരാണ് മലയാളികൾ ഏറെയും. അതുകഴിഞ്ഞാൽ പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇവിടെ വലിയ ആരാധകരുണ്ട്. സൂപ്പർ താരങ്ങളായ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ എന്നിവരുടെ പേരിൽ ഇവിടെ ഫ്ലെക്സുകളും കൂറ്റൻ കട്ടൗട്ടുകളും ഉയരാറുണ്ട്. പക്ഷേ ഇത്തവണ കണ്ണൂരിലെ നാറാത്ത് ഉയർന്ന ഒരു ഫ്ലെക്സ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടില്ലാത്ത ഇറാൻ ഫാൻസാണ് അത് സ്ഥാപിച്ചത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ചിത്രവും ഈ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഫ്രീ ഫലസ്തീൻ എന്ന വാചകവും. ഇത് കൃത്യമായ ഒരു മതപരതയുടെ സൂചനയാണ്. ഫുട്ബോളിൽ മതവും രാഷ്ട്രീയവും കലരുന്നു എന്നതിൻ്റെ തെളിവാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഫ്ലെക്സ് സ്ഥാപിക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ നാറാത്തിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രം എന്ന നിലയിൽ കുപ്രസിദ്ധമായ സ്ഥലമാണ്. 2013 ഏപ്രിൽ 23 നാറാത്തെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ യോഗ ക്ലാസിന്റെയും കായിക പരിശീലനത്തിന്റെയും മറവിൽ രഹസ്യ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് കേരള പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്ന് മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുക്കുകയും അവിടെയുണ്ടായിരുന്ന 21 പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പിന്നീട് NIA അന്വേഷണം ഏറ്റെടുത്തു. 2016 ജനുവരിയിൽ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി കേസിൽ ഉൾപ്പെട്ട 21 പ്രതികളെയും കോടതി കുറ്റക്കാരായി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് ഇതുപോലെ ഒരു ഫ്ലെക്സ് ഉയർന്നതിന് പിന്നിൽ ആരാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. കളി മികവ് നോക്കിയാണ് ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൊടുന്നനെ ഇറാൻ ഫാൻസ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും നിറയുന്നു. ഇറാനിൽ നിന്ന് കേരളത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു കളിക്കാരൻ പോലുമില്ല. ലോകകപ്പിൽ ഇറാൻ ഇതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിനപ്പുറം കടന്നിട്ടില്ല. 18 മത്സരങ്ങളിൽ നിന്നായി 3 വിജയങ്ങളും 4 സമനിലകളും 11 തോൽവികളുമാണ് അവരുടെ സമ്പാദ്യം. പക്ഷേ ഏഷ്യൻ നിലവാരം വെച്ച് നോക്കുമ്പോൾ ശക്തമായ ഫുട്ബോൾ ടീമുകളിലൊന്നാണ് ഇറാൻ. അലി ധായി, സർദാർ ആസ്മുൻ, മെഹ്ദി താരേമി തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന മികച്ച കളിക്കാർ ഇറാനിലുണ്ട്. പക്ഷേ ഇവർ കേരളത്തിൽ പ്രശസ്തരല്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിലും ഫലസ്തീൻ വിഷയത്തിലും ഇറാൻ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ ചില വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് പിന്തുണയുണ്ടാക്കുന്നത് പരമ്പരാഗത ഫുട്ബോൾ ആരാധകരിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ മതപരമായ ആശയങ്ങളോടുള്ള ആഭിമുഖ്യം കാരണമാണ്. ഇറാന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പിന്തുണ ലഭിക്കുന്നു. നാറാത്ത് സ്ഥാപിച്ച ആയത്തുള്ള ഖമേനിയുടെ ചിത്രം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതേസമയം ഇത്തവണ ഗൾഫ് മേഖലയിൽ നിന്ന് ഖത്തറും സൗദി അറേബ്യയും ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ ഈ ഏറ്റവും കൂടുതൽ മലയാളികൾ പണിയെടുക്കുന്ന കേരളത്തിന് അന്നം തരുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു ഫ്ലെക്സും ഇവിടെ ഉയർന്നിട്ടില്ല. ഖത്തർ ടീമിൽ ഒരു മലയാളി കൂടിയുണ്ട്. എന്നിട്ടും ഇറാന് വേണ്ടി തുള്ളുന്ന ഒരാളും ഈ പയ്യന്റെ ഫ്ലെക്സ് വെച്ചിട്ടില്ല. തക്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന കണ്ണൂരുകാരനായ 19-കാരനാണ് ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടിയ മലയാളി താരം.